കേരളത്തിൽ SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും SIRൽ എത്ര പേരെ കാണാനില്ലെന്നോ അല്ലെങ്കിൽ എത്ര ഫോമുകൾ തിരിച്ചെത്താനുണ്ടെന്നോ റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല. അവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകിലാണ്. എന്നാൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് SIR നടത്തുമ്പോൾ കേന്ദ്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം 80,000 പേജിൽ തുടങ്ങി, പിന്നീട് 13 ലക്ഷത്തിലെത്തി, ഇപ്പോൾ ഇത് 20 ലക്ഷം ഫോമുകൾ തിരിച്ചു വരാനുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇതിൽ 6 ലക്ഷം പേർ മരണപ്പെട്ടവരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബാക്കിയുള്ളവർ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. എന്തായാലും ഇപ്പോൾ BLOമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത് ഇവർ സ്ഥലം മാറിപ്പോയവരായിരിക്കാം, വിലാസമില്ലാത്തവരായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ 6 ലക്ഷം പേർ മരണപ്പെട്ടവർ ഒഴിച്ചു കഴിഞ്ഞാൽ 14 ലക്ഷത്തോളം പേരെ കാണാനില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ പറയാൻ സാധിക്കും. ഈ 6 ലക്ഷം പേരെയും മരണപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി UIDAI ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്ന പ്രക്രിയകൾ നടക്കുന്നുവെന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി ആൾക്കാർ എവിടെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ ബാക്കി നിൽക്കുകയാണ്. അതേസമയം 18-ാം തീയതി വരെ, അതായത് ഈ മാസം 18-ാം തീയതി വരെ ഫോം തിരിച്ചു നൽകാനുള്ള ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ടൈം സ്പാൻ നീട്ടി എന്നുള്ള റിപ്പോർട്ടുകളും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ 20 ലക്ഷം പേരെ കാണാതായ ഈ ഒരു സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ബംഗാളിലും ഇത്തരത്തിലുള്ള വലിയ ഒരു നീക്കം SIR നടത്തുമ്പോൾ നമ്മൾ കണ്ടതാണ്. ബംഗാളിൽ ഒരുപാട് ആൾക്കാരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്നാൽ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നതായതുകൊണ്ട് തന്നെ ബംഗാളിൽ നിന്ന് ഒരുപാട് ബംഗ്ലാദേശികൾ ബംഗ്ലാദേശിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളും ആ സമയം തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഒരു തടങ്കൽ പാളയം തുടങ്ങുകയും ആ തടങ്കൽ പാളയത്തിലേക്ക് അവിടെ നിന്നും ചാടിപ്പോകുന്ന ബംഗ്ലാദേശികളെ പാർപ്പിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.